നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM വലിയ കണക്കുകൂട്ടലിലാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് വളരെ മുന്നേ തന്നെ CPM അവരുടെ 15 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം നടത്തി. അതിനും മുന്നേ പ്രചാരണവും തുടങ്ങിയിരുന്നു. മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളിലേക്ക് കടന്നു. അതുകൊണ്ട് 2019 ആവർത്തിക്കരുതെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു. 2019 സംഭവിച്ചത് വലിയ ഒരു അടിപതറലാണ് എന്ന് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി എന്തായാലും ആ ഒന്നിൽ നിന്ന് ഉയരണം എന്ന് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പാർട്ടി പിടിച്ചെടുക്കണം എന്ന് കരുതുന്ന മണ്ഡലങ്ങൾ കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ വടകര, പാലക്കാട്, ആറ്റിങ്ങൽ, കൊല്ലം പിന്നെ ഒരു ചാവേറിനെയാണ് അവിടെ പ്രേമചന്ദ്രനെതിരായിട്ട് നിർത്തിയിരിക്കുന്നത്. അത് മറ്റാരെയും അതിന് തുല്യമായിട്ട് കിട്ടുന്നില്ല. അവസാനം ആരെയെങ്കിലും ഒരാളെ നിർത്തണമല്ലോ, ഏത് കുറ്റിച്ചൂലിനെയെങ്കിലും നിർത്തണം എന്ന് പാർട്ടി കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെയാണ് മുകേഷിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയത്. ചോദിച്ചാൽ പറയാമല്ലോ, താരപരിവേഷം. ഈ താരപുങ്കവന്മാർക്കൊന്നുമല്ല വോട്ടർമാർ വോട്ട് നൽകുന്നത്. കഴിവുള്ള കാര്യങ്ങൾ മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്ന മനസ്സിലാക്കുന്നവർക്കാണ്. അല്ലാതെ ഈ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന താരപുങ്കവന്മാർക്കൊന്നും അല്ല ജനം വോട്ട് ചെയ്യുന്നത്. അത് CPMന് നേരെയോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലെങ്കിലും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെയായിട്ട് അങ്ങനെ CPM മുന്നോട്ട് നീങ്ങുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. കാരണം വടകര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ KK രമ വന്നത് CPMൻ്റെ നെഞ്ചത്തിട്ടുള്ള ഒരു ചവിട്ടാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഏറ്റ ഒരു വൻ പ്രഹരമാണ്. നിയമസഭയിൽ തന്നെ KK രമ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പോലും അത് പിണറായി വിജയന് ആകെക്കൂടി ഒരു അങ്കലാപ്പിൽ എത്തിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വടകര ഏതെങ്കിലും രീതിയിൽ പിടിച്ചെടുക്കണം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടിയാണ് മട്ടന്നൂരിൽ നിന്ന് നിയമസഭാ അംഗമായ ശൈലജയെ കൊണ്ടുവന്ന് വടകരയിൽ ഇറക്കിയിരിക്കുന്നത്. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ജനകീയതയുള്ള ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രി പിന്നീട് ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ അടുക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ കാരണഭൂതൻ വെട്ടിനിരത്തിയത്. ഇപ്പോൾ ഇതാ മട്ടന്നൂർ കൊണ്ടുവന്ന് നിർത്തി. മട്ടന്നൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശൈലജയ്ക്കാണ്. ഇപ്പോൾ വടകരയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ആ 2016 ആ ജനകീയതയുടെ പിൻബലവും മട്ടന്നൂരിൽ 2021 കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടകരയിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ പിടിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ പാർട്ടിയുടെ അഭിമാന പോരാട്ടം നടക്കുന്ന വടകര CPMൻ്റെ കൈകൾക്കുള്ളിലാക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അവിടെ KK രമ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി നിന്ന് പ്രവർത്തിക്കുകയാണ് ഷാഫി പറമ്പിലിന് വേണ്ടി. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഈ സമീപകാലത്ത് വന്ന വിധിയും അത് CPMന് വൻ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ്റെ വധം കഴിഞ്ഞിട്ട് ഒരു വ്യാഴവട്ടം പിന്നിട്ടിട്ടും TP ചന്ദ്രശേഖരനെയോ അദ്ദേഹത്തിൻ്റെ മേൽ 51 വെട്ടുവെട്ടിയതോ കേരളവും പ്രത്യേകിച്ച് വടകരയും മറന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശൈലജയല്ല, ഏത് കൊമ്പത്തുള്ളവരെ കൊണ്ടുവന്ന് നിർത്തിയാലും CPMന് അവിടെ വൻ തിരിച്ചടിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നന്നായിട്ടറിയാം. വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറിയ K മുരളീധരനാണ് P ജയരാജൻ എന്ന് പറയുന്ന CPMൻ്റെ കണ്ണൂർ ഭാഗത്തുള്ള ജയരാജാക്കന്മാരിൽ നടുനായകത്വം വഹിക്കുന്ന P ജയരാജനെ വെട്ടിവീഴ്ത്തിയത്. അപ്പോൾ P ജയരാജനെ പോലുള്ള ഒരാളെ വീഴ്ത്താൻ സാധിച്ച K മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ഷാഫി പറമ്പലിനെ വടകരയിൽ നിർത്തുമ്പോൾ അത് ഒന്നും കാണാതൊന്നുമല്ല. എന്തായാലും ശൈലജയ്ക്കെതിരെ ഒരു വലിയ വികാരം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശൈലജയെ വിജയിപ്പിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്,
ശൈലജ ഇവിടുന്ന് ജയിച്ചു പോകണം, പാർലമെൻറ്റിലേക്ക് പോകണം. 2026 ആകുമ്പോഴേക്കും കാരണഭൂതൻ്റെ സ്വപ്നമൊക്കെ ഒന്ന് സാക്ഷാത്കരിക്കണം. മരുമകനെ പട്ടാഭിഷേകത്തിന് തയ്യാറെടുപ്പിക്കണം. അതുപോലെ തന്നെ വടകര തിരിച്ചു പിടിക്കണം. വടകരയിൽ TP ചന്ദ്രശേഖരന് കുലംകുത്തിക്ക് പകരം വീട്ടണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് പിണറായി വിജയൻ കാണുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തി താല്പര്യവും കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വടകരയിൽ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ CPM-ന് അത്ര എളുപ്പമല്ല. കാരണം TP ചന്ദ്രശേഖരനും വടകരയിൽ മത്സരിക്കുന്നുണ്ട്.